നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവരെയും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ വന്നത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ക്ലാസ്സുമായിട്ടാണ്. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്ററിൻ്റെ ഉപയോഗം നിങ്ങളിലോട്ട് അറിയിച്ചിരുന്നു. പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം മറ്റൊരാവശ്യമായിരുന്നു ക്ലാസ് ടേബിളിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന്. ശരിയാണ്, അതിനുള്ളിൽ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടില്ലയോ, മീൻസ് കുരുട്ടുബുദ്ധി പിന്നിലുണ്ട്. ഞാനുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുമൊക്കെ ക്ലാസ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. എന്തൊക്കെയോ സംഭവങ്ങൾ അതിനുള്ളിൽ കൊണ്ടുവന്ന് എന്തൊക്കെയോ പരിപാടി നടത്താമെന്നുള്ളൊരു മനസ്സിലുണ്ട്. ടീച്ചേഴ്സിനെ നോക്കിയാണ് അതിൻ്റെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതായാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ വർഷം കൂടി നിങ്ങൾക്കൂടെ ഉള്ളൂ ക്ലാസ് ടേബിൾ കൊണ്ടുപോകാനുള്ള അവസരം നിൽക്കുകയാണ്. അടുത്ത +1 തൊട്ട് അത് ചാൻസ് ഇല്ലെന്നാണ് ഇപ്പോഴത്തെ അറിവ്. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് ലാസ്റ്റ് ബാച്ച് ക്ലാസ് ടേബിള് നിങ്ങളുടെ എക്സാം ഹോളിൽ ചെന്നിരുന്ന് തുറന്ന് വെച്ച് അങ്ങോട്ട് എഴുതാൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനുള്ളിൽ ഒരു കാര്യവും നിങ്ങൾ മാനിപ്പുലേറ്റഡ് ചെയ്തിട്ട് പോകരുത്. ഉള്ള കാര്യങ്ങൾ കൊണ്ട് പോയി ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമേ അത് കയറ്റി വിടുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞത്. എന്തായാലും ഉള്ളതിനെ വെച്ച് നമുക്ക് ഓണം നല്ല രീതിയിൽ കൂടെ ഉണ്ണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം, മറക്കാതെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതിനുള്ളിലുള്ള നമുക്ക് 2 പേജാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. പിന്നെ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ട്സും ഒക്കെ സാധാരണ കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനുള്ളിൽ ഫോർമുലാസ് എവിടെ അതാണ് എല്ലാവരുടെയും നോട്ടം അല്ലേ. നിങ്ങൾ 19ാമത്തെ പേജും 20ാമത്തെ പേജും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ലെഡ് പൊട്ടിയിരിക്കും. അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അതിനുള്ളിൽ നമ്മുടെ sin 2a മീൻസ് sin 2θ അല്ലെങ്കിൽ cos 2θ വാല്യൂസൊക്കെ ഇങ്ങനെ വന്ന് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. ആവശ്യമുള്ളിടത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലത്തിൽ എക്സാം ഇപ്പോൾ മോഡൽ എക്സാമിന് വന്നായിരുന്നു. cos ഇൻവേഴ്സ് 4x³ - 3x. അവിടെ എക്സിന് നമുക്ക് cos θ കൊടുക്കുമ്പോൾ 4 cos cube θ - 3 cos θ cos 3θ ആവും. cos ഇൻവേഴ്സ് cos 3θ 3θ 3 × cos ഇൻവേഴ്സ്, ദാറ്റ്സ് ഓൾ. അത് എഴുതാനുള്ള അവിടെ cos 3θ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ പ്രൂവ് ദാറ്റിൻ്റെ ഇൻവേഴ്സിൻ്റെ ക്വസ്റ്റനിൽ ഉപയോഗിക്കാവുന്ന ഒരാൾ അവിടെ ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, 19ഉം 20ഉം മറക്കരുത്. രണ്ടാമത് നമുക്ക് ഡെറിവേറ്റീവ്സ് കുറച്ചുണ്ട്. x⁻n സാധാരണ കുറച്ച് ഡെറിവേറ്റീവ്സ്, പ്രോഡക്റ്റ് റൂൾ, കോഷൻ റൂൾ ഡെറിവേറ്റീവ്സിൻ്റെ ഉണ്ട്. ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് റൂളും ഉണ്ടെന്നുള്ളതാണ് ബഹുരസം. ഓക്കെ, കുറേ റിസൾട്ട്സും ഉണ്ട്. ഇപ്പോൾ 1/√(a² - x² sin ഇൻവേഴ്സ് x/a 1/a² + x², 1/x² + a² tan ഇൻവേഴ്സ് x/a അവനൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ ആ പേജ് 2 ഉള്ളൂ നിങ്ങൾക്ക് ഗുണം. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ല, അത് മതിയല്ലോ. നമുക്ക് എന്തായാലും ഒരു എക്സ്ട്രാ കൊണ്ടുവന്ന കാര്യങ്ങൾ. പിന്നെ sin 60 ഒക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ വാല്യൂ √3/2 എന്നൊന്നും അല്ല, ഡെസിമൽ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അത് നമുക്ക് വലിയ ഉപയോഗമില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിലുള്ളത്. നിങ്ങളപ്പോൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് ഉണ്ടല്ലോ, വാങ്ങിച്ച് എങ്ങനെയാണോ അതേപടി കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഏകദേശം ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ ആ 19ഉം 20ഉം പേജ് അങ്ങോട്ട് നോക്കി വേണ്ടതൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. ആവശ്യം വരുമ്പോൾ എക്സാമിന് ഉപയോഗിക്കണം. ഒന്ന് നോക്കിയേക്കണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്രകാരം നമ്മളെത്തി. എല്ലാ ആവശ്യത്തിനും നമ്മൾ ഉണ്ടായിരിക്കും, അതാണ് പ്രത്യേകത. അതെനിക്ക് ഇഷ്ടം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കോ അതേപോലെ കമൻറ്റുകൾ കുറയ്ക്കാതെ അതുകൂടെ ഒന്ന് ചെയ്ത് 2 തമ്പൊക്കെ ഇട്ട് നമ്മളെ ഒന്ന് രസിപ്പിച്ചേരാം, സന്തോഷിച്ചേരാം. ഓക്കെ, അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ.